ഇന്ന് മെയ് 30 12 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. മെയ് മാസത്തിലെ അവസാന ദിവസം ഒരുപാട് സിനിമകളാണല്ലോ OTTയിൽ ലഭ്യമായിരിക്കുന്നത്. വിവിധ ഭാഷാ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യമേ മലയാളത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ തുടരുമെന്ന ലാലേട്ടൻ സിനിമ അങ്ങനെ OTT റിലീസ് ആയിരിക്കുന്നു. ഇൻഡസ്ട്രിയിട്ട് വിജയം നേടിയെടുത്ത സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇപ്പോൾ 5 ഭാഷകളിൽ ലഭ്യമാണ്. 2 മണിക്കൂർ 44 മിനിറ്റാണ് സിനിമയുടെ OTT ഡ്യൂറേഷൻ. മലയാളത്തിൽ നിന്ന് OTT റിലീസ് ചെയ്ത മറ്റ് സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ജെറി എന്നൊരു മലയാളം സിനിമ കൂടി ഇന്ന് സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ആയിട്ടുണ്ട്. സിനിമ ഭാവിയിൽ മനോരമ മാക്സിലും ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിഗ് ബെൻ എന്ന സിനിമ കൂടി ഇന്ന് OTT റിലീസ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ വിദേശത്ത് ചിത്രീകരിച്ച സിനിമ സൺനെസ്റ്റിലൂടെയാണ് ഇന്ന് മെയ് 30 OTT റിലീസ് ആയിരിക്കുന്നത്. മനോരമ മാക്സിലൂടെ ഇന്ന് OTT റിലീസ് ആയ സിനിമയാണ് ഡാൻസ് പാർട്ടി. ചിത്രം ഇപ്പോൾ മലയാളം ഭാഷയിൽ മാത്രം മനോരമ മാക്സിൽ ലഭ്യമാണ്. ഇന്ന് സൺനെസ്റ്റിലൂടെ ഒരു അന്യഭാഷാ സിനിമ കൂടി റിലീസ് ആയിട്ടുണ്ട്. കന്നഡ സിനിമയുടെ പേര് നിമിട്ട മാട്ര എന്നാണ്. ചിത്രം കന്നഡ ഭാഷയിൽ മാത്രം സൺനെസ്റ്റിൽ ലഭ്യമാണ്. കങ്കാചുര എന്നൊരു സീരീസ് കൂടി OTT റിലീസ് ആയിരിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് റോഷൻ മാത്യു കൂടി അഭിനയിച്ച ഈ സീരീസ് സോണി ലിവിൽ 5 ഭാഷകളിൽ മലയാളം ഉൾപ്പെടെ ഇപ്പോൾ ലഭ്യമാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ജാക്ക് എന്നൊരു അന്യഭാഷാ സിനിമ കൂടി ഇപ്പോഴത്തെ OTT റിലീസ് ആയിരിക്കുകയാണ്. ചിത്രം തമിഴ് മലയാളം ഭാഷകളിൽ സിംപ്ലി സൗത്തിലൂടെ റിലീസ് ആയിരിക്കുകയാണ്. ഒരു മറാത്തി സിനിമ കൂടി ഈ ആഴ്ച OTT റിലീസ് ആയിരിക്കുന്നു. അന്തർമായ എന്നാണ് ഹൊറർ സിനിമയുടെ പേര്. സി5ലൂടെയാണ് മറാത്തി സിനിമ OTT റിലീസ് ആയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് വിദേശ രാജ്യത്ത് നിന്നും ഒരു സീരീസ് OTT റിലീസ് ആയിരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് Q എന്നാണ് സീരീസിന്റെ പേര്. ഇന്ന് തമിഴിൽ നിന്നും തമിഴ് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത സിനിമയാണ് വാനിൽ തേടിനേൻ. തമിഴ് ഭാഷയിൽ ഇപ്പോൾ സീരീസ് തമിഴ് OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. മറ്റൊരു തമിഴ് സിനിമ നിഴർക്കുടൈ എന്ന സിനിമ കൂടി ഇന്ന് OTT റിലീസ് ആയിരിക്കുന്നു. തമിഴ് സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ സിനിമ ലഭ്യമാണ്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് 12ാമത്തെ അപ്ഡേറ്റ് റെട്രോ അപ്ഡേറ്റ് ആണ്. സൂര്യ നായകനെത്തിയ കാർത്തിക് സുബരാജിന്റെ ഈ മെയ് മാസം 1-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ റെട്രോ അങ്ങനെ ഇന്ന് OTT റിലീസ് ആയിരിക്കുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്ത സിനിമയ്ക്ക് 2 മണിക്കൂർ 42 മിനിറ്റാണ് OTT ഡ്യൂറേഷൻ. മലയാളം ഉൾപ്പെടെയുള്ള പാനന്ത്യൻ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത സൂര്യയുടെ റെട്രോ എന്ന സിനിമ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അഭിപ്രായങ്ങൾ പറയൂ. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT വാർത്തകൾക്ക്.